വരെ വന്നിട്ടില്ല. ഇനി വേണ്ട ഇതാണ് ഇനിയാണ് കൊല്ലേണ്ടത്. കണ്ടാ ചോര വരുന്നുണ്ട ചോര. അതിങ്ങനെ വരച്ചിട്ട് കളയാണ്ട് അതിന് വേണ്ടിയിട്ട് ലേശം വേപ്പെണ്ണി, കുറച്ച് കാന്താരി, കുറച്ച് പിന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടിട്ട് അതും ഈ വേപ്പെണ്ണ മിശ്രിതവും കൂടിയിട്ട് എടുക്കുന്നേട്ട്. അത് വേപ്പെണ്ണ ഇതാണ് വേപ്പെണ്ണ. ഇത് കടയിൽ നിന്ന് വാങ്ങിയ വേപ്പെണ്ണയാണ്. ഇതാ വേപ്പെണ്ണ. അൾട്രാ നീം. അൾട്രാ നീം കണ്ടോ. അൾട്രാ നീം കണ്ടോ. ഇതാണ് പിന്നെ വേപ്പെണ്ണ. പിന്നെ ഇത് വെളുത്തുള്ളിയും കാന്താരി കൂടിയാണ്. ഇത് ഞരടിയിട്ട് ഈ ചെറുക്കിയിട്ടത് വെള്ളത്തിലിട്ടതാണ്. ഇത് രണ്ടും കൂടി എടുത്തിട്ട് ഞാൻ അടിച്ചു കൊടുക്കട്ടെ. ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ഇന്ന് നോക്കുമ്പോഴേക്ക് ഇവിടെ ആ ചുവന്ന ഉറുമ്പ് കയറിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ അത് കണ്ടതാണ്. ഞാൻ രാവിലെ കുറച്ച് വരച്ച് കളഞ്ഞിന്. ഇപ്പോൾ ആദ്യം അത് പിന്നെ അധികമായിപ്പോയാൽ പിന്നെ വിഷമാണ്. ഇതൊരു തുള്ളൻ. ആ തുള്ളൻ വന്ന് തിന്നിട്ട് ചപ്പെല്ലാം തിന്നിട്ട് വെള്ളയാക്കിന്. ചപ്പിൻ്റെ വെള്ളം ഊറ്റി കുടിച്ചിട്ട് ഒരു കറുത്ത ഒരു തുള്ളനുണ്ടാണ്. ഞാനിപ്പോൾ കൊന്നിട്ടിട്ടില്ല ഇതിനകത്ത്. അത് ചപ്പ് തേച്ചിങ്ങനെ തിന്നിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കുടിച്ചിട്ട് അവിടെ വെളുവിള. അതാണ് ഞാനിപ്പോൾ ഇന്നെ ഇത് അടിക്കാൻ കാരണം. കണ്ട ചപ്പ് വേണ്ട. ഇത് വേണ്ട. ഇതേപോലെ ആക്കി കളയാം. കണ്ട ഇത് പുഴുവാണ്. ഇത് വേണ്ട. ഇതുവരെ ഇന്നലെ വരെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇന്നിപ്പോൾ കണ്ടതാണ്. ഇന്നിപ്പോൾ രാവിലെ കണ്ടു. ഇന്നലെ വെള്ളമടിക്കുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നോക്കുമ്പോൾ കണ്ടു. എന്നിട്ട് ഞാനിതിപ്പം അടിക്കാൻ വേണ്ടിയിട്ട് ആക്കിയത്. ഇത് ഞാനിത് അരിച്ചിട്ട് ഇതിനകത്ത് ഒഴിക്കട്ടെ. അരിക്കട്ടെ. ഇതിൻ്റെ ബാക്കിയായി അത്രയും എടുത്തിട്ടു. ഇതിൻ്റെ അകത്ത് കുറച്ച് ഇത് വേപ്പെണ്ണ ഇത് അത്രേ ഉള്ളൂ. ഒരൗൺസേ ഉള്ളൂ. അല്ല ഇതൊരു 5 മില്ലി ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് അതും അതിൽ അയച്ചേക്കാം. ഈ 2 മില്ലി ഒഴിച്ചാൽ പോരാ. 5 മില്ലി ഒഴിക്കണം. 5 മില്ലി തന്നെ ഒഴിക്കണം. മറ്റേത് വന്നു കഴിഞ്ഞാൽ പിന്നെ 5 മില്ലി തന്നെ ഒഴിക്കണം. വന്നിട്ടില്ലെങ്കിൽ അത് ഒഴിക്കാൻ പാടില്ല. 2 മില്ലി ഒഴിച്ചാൽ മതി. വന്നിട്ടില്ലെങ്കിൽ 2 മില്ലി വെച്ചിട്ട് അടിച്ചാൽ മതി. ഇതിപ്പോൾ വന്നുപോയി. ഇനി അത് പോണ്ടെങ്കിൽ ഒരു 5 മില്ലി തന്നെ ഒഴിക്കണം. കുറച്ച് കടുപ്പം കൂട്ടി അടിക്കണം. അല്ലെങ്കിൽ ശരിയാവില്ല. ഇത് വേണ്ട. ഇതാണ് എന്താ ഒരു തുള്ളനെ കണ്ട. ഇതാണ് തുള്ളൻ. ഇത് കണ്ട. ഇതാണ് അതിൻ്റെ മേലെ തിന്നിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റി കുടിച്ചിട്ട് കണ്ട ഈ തുള്ളനത്. ഇത് ഞാൻ പറിച്ചിട്ട് അഴിക്കും. കണ്ട ചപ്പ് തേച്ച് തിന്നിട്ട് വെള്ള ചപ്പാത്തി വെക്കും. ഇതിനെ കൊന്നിട്ട് ശരിയാവുന്നു. അല്ലെങ്കിൽ പിന്നെ വിഷമാണ്. ഉള്ളിപ്പായി അത് തേച്ച് കറച്ച് കളി. തിന്നിട്ട് ഊറ്റി കുടിച്ചിട്ട് അരിച്ചിട്ട് വെറും വെള്ള ചപ്പ് പോലെ ആയിട്ട്. ഇന്ന് രാവിലെ വരെ ഒന്നുമില്ല. ഇതിലേക്ക് ഇപ്പം തന്നെ അത് ആയി. കണ്ടാ ഇതെല്ലാം പൂത്ത് വരില്ല. കണ്ടാ പൂ വരുന്നേണ്ട. ഇത് കണ്ട. ഈ പൂത്തിട്ട് ഇതാ പയറ് വിരിഞ്ഞൊടുങ്ങി. ഇത് കണ്ട പയറ് വിരിയുന്ന ഇതെല്ലാം വിരിഞ്ഞൊടുങ്ങി നല്ല ഇതായിട്ട് വരുന്നത്. ഇപ്പം ഇത്തിരി ആയിട്ടില്ലോ നട്ടിട്ട് ഒരു ഇത് ഇന്നലെല്ലാം പൂ വന്നൊടുങ്ങി. ഇതാ പൂ ഇതാ. ഇത് കണ്ട.
ഈ തല ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കണം. അല്ല ഞങ്ങൾ താണു പോകാൻ പാടില്ല. താണു പോയാൽ പിന്നെ ചുറ്റു പോകും. ഇപ്പം ഞാനിനി ഇത് അടിച്ചു കൊടുക്കട്ടെ. ഇത് കേട്ടോ, ഇത് മീന് ഇത് വേണ്ട, ഈ പയറിന് ഇതിങ്ങനെ തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ഉറുമ്പ് വേണ്ട ഇതിൻ്റെ മേലെ വിരിഞ്ഞ് പോകുന്നു. ഉറുമ്പ് നിറഞ്ഞു പോയി. അതാണ് ആ ഉറുമ്പാന്നത് ആക്കി വെച്ച്. ഉറുമ്പ് വന്നാലാണ് അങ്ങനെ ഇങ്ങനത്തെ പണിയെടുക്കുന്നത് കേട്ടോ. നല്ലോണം അടിയിലും മേലും എല്ലാം അടിക്കണം. നല്ലപോലെ അടിച്ചു കൊടുക്കണം. ഇത് നല്ലോണം ഉറുമ്പ് വന്നു പോയില്ലേ, ഇനി രക്ഷപ്പെട്ടില്ല പറ്റി. ഇതെല്ലാം വേണ്ട, പിന്നെ കണ്ടില്ല ഇത് വേണ്ട. വെള്ള ചപ്പ് ഉണ്ട്. ആ വെള്ളം തിന്നിട്ടുണ്ട്, ചപ്പ് തിന്നിട്ടുണ്ട്. ആ വെള്ളം കുത്തുപോലായിട്ട് ഉണ്ടാ ചുരുടില്ല ചപ്പ്. അത് ഞാൻ കണ്ടിക്ക്. പുഴുവരണ്ട പട്ടുണ്ട് കേട്ടാ. ചെലന്തി ഉണ്ട, ചെലന്തി അതാണ് ആ ചുറ്റി. ഇങ്ങനെയാണ് ഉള്ള ദ്രോഹങ്ങൾ. ഈ ദ്രോഹങ്ങൾക്ക് നമ്മൾ എന്താ വെച്ചാൽ കുറേ അധികം പറിച്ച് ചാടന്നെ വേണം. എന്താ വെച്ചാൽ ഈ ജൈവ മരുന്നാകുമ്പോൾ മറ്റേ മരുന്ന് പോലെ ഒറ്റയടിക്കൊന്നും പോവില്ല. ഇത് പിന്നെയും വന്നുകൊണ്ട് പോകും. അതുകൊണ്ട് ചിലപ്പം മരുന്ന് ഓരോരോ മരുന്നായിട്ട് എപ്പം പ്രയോഗിച്ചുകൊണ്ട് നിൽക്കണം. ഇനി ഞാൻ ഇതുവരെ മരുന്ന് അടിച്ചിട്ടേ ഇല്ല. ഈ പയറിന് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഒന്നും ഇതുവരെ. ഇപ്പം നോക്കും പിന്നേക്കാണ് ഇതിങ്ങനെ ഇതെല്ലാം ആക്രമം കാണുന്നത്. ഇപ്പം 2 ദിവസം അതിനൊരു പണിയെടുക്കാൻ തുടങ്ങിയിട്ട് നട്ടിട്ട് ഒന്നും പയ്യെ വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് ഇത് ലേശം മോശമാവുകയും ചെയ്തു. ഇതിപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയിപ്പോയത്. ആ ഉറുമ്പ് വരാം ഞാൻ നോക്കിയിട്ടില്ല. ഇനി ഒന്നും ഒരു മരുന്നും അടിച്ചിട്ടില്ല. ഇതുവരെ അടിച്ചിട്ടില്ല. ഈ പയറിൻ്റെ അകത്ത് എത്തുമ്പോൾ വെക്കലാണ്. അതിന് അങ്ങനെ ഒരു രോഗമൊന്നും കണ്ടിട്ടില്ല. അതിനെ വിചാരിച്ച് അങ്ങനെ പോകേണ്ട പോക്കുണ്ട്. അതുകൊണ്ട് ഈ പയറിന് നിങ്ങളെന്താ വേണ്ടത് വെച്ചാൽ നെറ്റയിൽ ഇത് നല്ല വൃത്തിയിൽ ആദ്യമേ നോക്കിയിട്ട് തന്നെ അടിക്കണം. ഇത് എപ്പോൾ നിർത്തി നോക്കണം. ചപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ, പുഴുണ്ടോ. ഇല്ല നമ്മൾ ഈ നാടൻ മറ്റേ മരുന്ന് പോലെയല്ല, ഇംഗ്ലീഷ് മരുന്ന് അടിക്കുന്ന ഒറ്റ അടിക്കുക എല്ലാം പോവും. ഒന്നും നോക്കണ്ട, അതിൻ്റെ മണം തട്ടിയാൽ മതി, ചത്തുപോവും. ഇതിപ്പോൾ ചാവുമൊന്നുമില്ല. അതുകൊണ്ടെന്നാ വേണ്ടത് വെച്ചാൽ ഇനി അടിച്ചിട്ടാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വേണ്ടി വല്ലതും പോയിനോ എന്നെല്ലാം നോക്കണം. ഇല്ല പറിച്ചിട്ട് ചാടാൻ എന്തെങ്കിലും പറിച്ച് ചാടണം. അങ്ങനെയുള്ളതെല്ലാം നോക്കണം. എന്നാലും മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇതിപ്പം ഇതിന് അടിച്ചു. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുമെന്ന്. ഇന്ന് നിങ്ങൾ എൻ്റെ യൂട്യൂബർമാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ എന്നോടുള്ള ആ ഒരു പെരുമാറ്റവും ആ കമൻറ്റുകളും അതെല്ലാം കണ്ടിട്ട് എനിക്കുള്ളതായ സന്തോഷം പറയേണ്ട. എനിക്ക് കയ്യിലെങ്കിലും ഞാൻ എണീറ്റിട്ട് വൈകുന്നേരം വീഡിയോ ഇടാൻ തോന്നും. ഇന്ന് കയ്യിലാന്ന് തന്നെ വിചാരിക്കുന്ന നടുവേദനയെല്ലാം നല്ലോണം ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് കയ്യിലാണ്. എന്നാലും എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ഒന്ന്
പോയിട്ട് ഇട്ട് കൊടുക്കാമെന്നുള്ളൊരു ധാരണയുമ്പോഴാണ് ഇന്നിപ്പം വന്നിന് എനിക്ക് കഴിയുന്നില്ല, തീരെ കഴിയുന്നില്ല. പിന്നെ നിങ്ങളെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നിങ്ങൾ ദിവസം ഇട്ടാൽ നമ്മൾ കണ്ടോളെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഇതായിട്ട് കാണുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് ഓരോരാളും വീഡിയോ ഇട്ടിട്ട് പറയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. അത്രയുമുള്ള ഒരു ഇത്രയും എന്നോട് സ്നേഹിക്കുന്ന ഒരാൾക്കാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് അത്രയും നിങ്ങളോടൊരു സഹതാപവും നിങ്ങളോട് എനിക്ക് സന്തോഷവും, നിങ്ങളോട് എന്താ ഞാൻ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങൾക്ക്, ഹൃദയം നിറഞ്ഞ നന്ദി എന്നാ ഞാൻ പറയേണ്ടത്, ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണാം. നിങ്ങൾക്ക് എൻ്റെ തോട് കാണണം, അതിൻ്റെ സൈഡിലുള്ള തോട് കാണണം നിങ്ങൾക്ക്. ഇതാണ് എൻ്റെ വീട്, ഇതിൻ്റെ സൈഡിലൊരു തോടുണ്ട്, കണ്ടേ? തോട് കണ്ടോ നിങ്ങൾ? ഇതാണ് എൻ്റെ വീടിൻ്റെ എൻ്റെ അതിർത്തി. അത് കണ്ടാ? തോട് കണ്ടാ? ഇതാ അങ്ങനെ വരുന്നതാ തോട് കണ്ട, അങ്ങനെ വരുന്നുണ്ട്. അത് ഇങ്ങോട്ട് വരുന്ന തോട് കണ്ട, അതാ തോട് കണ്ട വെള്ളം. ഇതാണ് എൻ്റെ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ടാ? ഇങ്ങനെ നിന്നാൽ നമ്മൾ അങ്ങോളം തോടും വെള്ളവും കാണാം. വർഷത്തിലെല്ലാം നിറഞ്ഞൊഴുകും. കണ്ടാ? ഇതാണ് നമ്മളെ സ്ഥലം. കണ്ടാ? തോട് കണ്ടാ? തോട് കണ്ടിട്ടില്ലേ? തോട് കണ്ടില്ലേ? തോടാണിത്. കണ്ട? തോട് കണ്ടോ? ഇതെല്ലാം നിങ്ങൾ കാണണം എന്നുള്ള ഒരു ദിവസം ഞാൻ നല്ല വൃത്തിയായിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ആരെങ്കിലും ഒരാൾ വരുമോ നോക്കട്ടെ. വന്നിട്ടാകുമ്പോൾ നല്ല വൃത്തിയില്ല തോടും വെള്ളവും എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീടിൻ്റെ ഇതിലെല്ലാം ഈ വീട് നോക്കിയാൽ നല്ല സുഖമാണ്. ഈ കരൻ്റെ അടുത്ത് നിന്നാൽ നമുക്ക് നല്ല വെള്ളവും തോടും ഒഴുകുന്നത് ഇങ്ങനെ കാണാൻ നല്ല എന്തൊരു ഭംഗിയാണെന്നറിയാം. കണ്ടോ? ഇപ്പം എന്താ ഭംഗി അത് നിങ്ങളെ കാണിച്ചു തരുന്നത്. എനിക്ക് ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി വീഴി എത്തുമ്പോഴാണ് ഞാൻ ഇന്നിപ്പം കാണിക്കാൻ തോന്നിയത്. കണ്ടിനോന്നറിയില്ല, എനിക്ക് പിടിച്ചിട്ട് കിട്ടീനോന്നറിയില്ല.